ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോയുടെ ശരീരം ഭക്ഷിക്കുക, ഈശോയുടെ രക്തം പാനം ചെയ്യുക, അങ്ങനെയുള്ളവരിലേക്ക് ക്രിസ്തു വസിക്കുന്നു, അവൻ ക്രിസ്തുവിലും വസിക്കുന്നു. ഒരു മ്യൂച്വൽ ഒന്നാകൽ. അവർ രണ്ടുപേരും കൂടെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുക, ഒന്നായിട്ടിരിക്കുക. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ആത്മന സ്വീകരിക്കുമ്പോൾ നടക്കുന്ന വലിയ ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് പറയുക. നീയും ക്രിസ്തുവും ഒന്നായിത്തീരുന്നു. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഈ ക്രിസ്തു തൻ്റെ ശരീരവും രക്തമൊക്കെ നിനക്ക് വേണ്ടി ബലിയായിട്ട് നൽകിയത്. ഇന്നും പരിശുദ്ധ കുർബാനയിലൂടെ നിന്നെ അവൻ ക്ഷണിക്കുകയാണ് അവനുമായിട്ട് ഈ ഒന്നായി തീരുവാനായിട്ട്, അവനുമായിട്ട് ഒന്ന് ചേർന്ന് ജീവിതത്തെ പടുത്തുയർത്തുവാനായിട്ട്. അങ്ങനെയുള്ള നിനക്ക് പിന്നീട് മരണം ഉണ്ടാകത്തില്ല എന്ന് പറയുക. നിത്യജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുന്ന പറയുക. ഒരു വലിയ ദാഹം വേണം. എനിക്കെന്നെ ക്രിസ്തുവുമായിട്ട് ഒന്നായിത്തീരണം. തായ്തണ്ടിനോട് ശാഖകൾ ചേർന്നിരിക്കുന്ന പോലെ ഒന്നായിത്തീരണം. വലിയൊരു ദാഹമായിട്ട് വരണം. നാളുകൾ എത്രയായി, എത്രത്തോളമൊക്കെ ചേരാനായിട്ട് പറ്റി. ഇനി നിൻ്റെ ദാഹത്തിൽ എത്രമാത്രം വർധനവാണ് നിനക്ക് വേണ്ടത്? കണ്ടുപിടിക്കണം, മാറ്റങ്ങൾ കൊണ്ടുവരണം, ഒന്നായിത്തീരണം. നിത്യമായിട്ട് നിനക്ക് അവൻ്റെ ഭവനത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കണം. ആഗ്രഹം പോരാ, ജീവിതത്തിൽ കൊണ്ടുവരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നീയുമായിട്ട് ഒന്നായി തീരുവാൻ, ചേർന്ന് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം,